അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരാണ് ഔലിയാക്കൾ? എന്താണ് കറാമത്ത്? കൃത്യമായി നാം അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന പുരോഹിത വർഗം കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ നിരവധി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോ ഇന്ത്യയുടെ അധികാരം ആർക്കാണ്? രാജ്യം ഇന്ത്യ അല്ലാഹു എഴുതി കൊടുത്തിരിക്കുന്നു. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തി അൽ അജ്മീരി എന്ന് പറയുന്ന ഒരാൾക്കാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ അധികാരം കിട്ടിയത്? ബഹുമാനപ്പെട്ടവർ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാ. എല്ലാ ദിവസവും 2 പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്ത മഹാനാണ്. എല്ലാ ദിവസവും ഖുർആൻ 2 പ്രാവശ്യം ഓതി തീർത്തിരുന്ന മഹാനാ ഖാജ മുഈനുദ്ദീൻ ജിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ അവർ ഇന്ത്യയുടെ രാജാവായി തീർന്നത്, സുൽത്താനുൽ ഹിന്ദായി തീർന്നത്, ഔലിയാക്കളുടെ കുത്തുബായി അവർ വിലസുന്നത്. അവർ നിസാരക്കാരല്ല. ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഒരു ദിവസം തന്നെ 2 ഖത്തം തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പദവി കിട്ടിയത് എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായും മുതഅല്ലിമീങ്ങളും ഉമ്മമാരും യുവാക്കളുമൊക്കെ അറിഞ്ഞിരിക്കണമെന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. ആരാണ് ഖാജാത്തങ്ങൾ? പഠിച്ചു വെക്കണേ മുതല്ലിമേ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലതും പറയുന്നുണ്ട്. 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചു പോയതായ ഒരു തോട്ടം നനച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവരുടെ അടുക്കലേക്ക്, ആ നാട്ടിലേക്ക് വലിയ വിലായത്തിന്റെ മർത്തബയുള്ളതായ മഹാൻ ഇബ്രാഹിമിന് ഖന്ദൂസി റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് വന്നപ്പോ, സെഞ്ചറ എന്ന പട്ടണത്തിലേക്ക് വന്നപ്പോ ജനങ്ങളെല്ലാം തടിച്ചൂടുകയാണ്. അവർക്കിടയിൽ നിന്ന് 15 വയസ്സുള്ളതായ മുഈനത്ത് എന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്ന ഒരു പൊന്നുമോൻ ഒരു കൂടയ്ക്കകത്ത് നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് ശൈഖുനവർക്ക് നൽകുകയാണ്. ശൈഖ് അത് കഴിക്കുകയാണ്. ഇബ്രാഹിമിനെ ഖന്ദൂസി റളിയല്ലാഹു അൻഹു സംതൃപ്തനാവുകയാ. തന്നെ സൽക്കരിച്ചതാകുന്ന മുഈനത്തീൻ എന്ന പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുകയാണ്. പോകാൻ നേരമായപ്പോ ഒരു ചെറിയ ഉണങ്ങിയതാകുന്ന റൊട്ടി കഷ്ണമെടുത്തുകൊണ്ട് വായിലിട്ടുകൊണ്ട് ചവച്ചരച്ചിട്ട് മുഈനത്തീൻ എന്ന് പറയുന്ന 15 വയസ്സുള്ള പൊന്നുമോന് ഇബ്രാഹിമിനെ ഖന്ദൂസി റളിയല്ലാഹു അൻഹു നൽകുകയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ അവിടുന്ന് അജ്മീറിന്റെ മൗലിദ് രചിച്ചുകൊണ്ട് പറയുകയാണ്, ഫതറക ദുനിയാ ബിൽ കുല്ലിയാ. ദുനിയാവ് മുഴുവനും വല്ലാം മറന്നു പോവുകയാണ്. ദുനിയാവ് മുഴുവനും വിട്ടുപോകുകയാണ്. സുഹൃത്തിന്റെ ലോകത്തേക്ക് പോകുകയാ. ഖാജ മുഈനുദ്ദീൻ ജിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു ദുനിയാവ് മറന്നുപോയി. ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ്. 15 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ. കാരണം എന്താണ് ചെറുപ്പക്കാരാ? കാരണം എന്താണ് പ്രിയപ്പെട്ട മുതല്ലിമേ? ഒരു പ്രായം ചെന്നതായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടതായ മഹോന്നതനായ വ്യക്തിയെ ബഹുമാനിച്ചു, ആദരിച്ചു, അദ്ദേഹത്തിന് സൽക്കരിച്ചു, ഒരു ഈത്തപ്പഴം നൽകി സൽക്കരിച്ചു. അദ്ദേഹം തിരിച്ചിതാ ഭക്ഷണം നൽകുകയാണ്. വായിലുള്ള ഉമനീര് കലർത്തിക്കൊണ്ട് ഒരൊടങ്ങിയ റൊട്ടി കഷ്ണം ചവച്ചിട്ട് മുഈനുദ്ദീൻ തങ്ങൾക്കത് നൽകിയപ്പോ അത് കഴിച്ചത് കാരണമായി ഫതറക ദുനിയാ ബിൽ കുല്ലിയാ. ദുനിയാവ് മുഴുവനും പോയി അത്രേ. ദുനിയാവിനോടുള്ള താല്പര്യം പോകുകയാ. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത 15ാമത്തെ വയസ്സിൽ അല്ലാഹു പരിപൂർണമായി എടുത്തു കളഞ്ഞു. ഇത് ബറക്കത്തുള്ള നാവ് കൊണ്ട്, ബറക്കത്തുള്ള ഉമനീര് കലർത്തി അല്ലാ എന്ന് വിളിക്കുന്ന നാമങ്ങളിലൂടെ, ദിക്ർ ചൊല്ലുന്ന നാമങ്ങളിലൂടെ, ഖുർആൻ ഓതുന്ന വ്യക്തിയുടെ നാവിലൂടെ ഒരു റൊട്ടി കഷ്ണം ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ്. ഇങ്ങനെയുള്ള അജ്മീർ ഖാജക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ അധികാരം കിട്ടിയത്? ആരാണ് ഈ അധികാരം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഷെയ്ഖ് ഖാജ മുഈനുദ്ദീൻ ജിസ്തി ഇന്ത്യയിലേക്ക് വരുന്നത് ഷെയ്ഖ് റിഫായുടെയും ഷെയ്ഖ് ജീലാനിയുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് വരുന്നത്. ഒറ്റ കാലക്കാരാണ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ അറിയാം. അദ്ദേഹത്തിന്റെ ഉസ്താദ്
അമീറുൽ ഇസ്ലാം എന്തോ പേര് പറഞ്ഞു. ഖാജയെ കുറിച്ച് ധാരാളം എഴുതിയ ആളാണ്. ഖാജാ കു ദൗല ബിശാറെ ഖുദാ और पैगंबर वास्ते हुक्म दिया इसके हाथून मुबारक से किसवे मिले वो आला मकामे विलायत हुए आला मकामे विलायत हुए. ഖാജാ की രാജ്യം ഇന്ത്യ അല്ലാഹു എഴുതി കൊടുത്തിരിക്കുന്നു. ഖാജാ की രാജ്യം ഇന്ത്യ അല്ലാഹു എഴുതി കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ഭരണം അദ്ദേഹത്തിന്, അതിന്റെ അധികാരം റസൂലുള്ളാഹിയിൽ നിന്ന് തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ലഭിക്കുക എന്നുള്ളത് അലാ മഖാമേ വിലായത്ത് ഹുവേ, വിലായത്തിന്റെ ഏറ്റവും ഉയർന്ന മഖാമാണ്. അത് തന്നെയാണ് ശൈഖ് ജീലാനി അവർക്ക്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി കാരണം അജ്മീർ ഖാജയുടെ പേരിൽ മുസ്ലിയാക്കന്മാർ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ നിരവധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള യാത്രക്കിടയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഇതേപോലെ മറ്റൊരു കറാമത്ത് പറയുന്നു. അജ്മീറിൽ ആനാസാഗർ എന്ന ഒരു വലിയ കുളം ഉണ്ട്. ആ കുളം കുഴിച്ചുണ്ടാക്കിയതല്ല. നമ്മുടെ ഇടുക്കിയിലെ ഡാം സെറ്റിൻ്റെ അടുത്തുള്ളതുപോലെ 3-4 മലകൾ, കുന്നുകൾ, അതിനിടക്ക് കല്ല് വെച്ച് കെട്ടി ഒരു കുളം പോലെ ആക്കിയെടുത്തതാണ്. മഴ പെയ്താൽ വെള്ളം പുറത്തു പോകില്ല. ഈ ആനാസാഗർ അജ്മീറിലെ എല്ലാ ജനങ്ങളും, മുസ്ലിമീങ്ങളും അല്ലാത്തവരും കുടിക്കുന്ന, കുളിക്കുന്ന, ഉപയോഗിക്കുന്ന വലിയ ഒരു കുളമാണ്, പ്രസിദ്ധപ്പെട്ടതാണ്. ഇപ്പോഴും അത് ഉണ്ട്. ഏതായാലും അങ്ങനെ ഒരു ദിവസം അവിടുത്തെ നാട്ടുരാജാവ് പൃഥ്വിരാജൻ എന്ന് പറയുന്ന ആൾ ഒരു ഓർഡർ ഇടുന്നു, ഒരൊറ്റ മുസ്ലിമും നമ്മളെ കുളത്തിൽ നിന്ന് ഇനിമേൽ വെള്ളം എടുക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. ഈ വിവരം ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളോട് വന്ന് പറഞ്ഞു. ജനങ്ങൾ, നമ്മളെ രാജാവ് ഇങ്ങനെ പറയുന്നുള്ളൂ, നമ്മളെന്ത് വേണം? അതിനെ എതിർക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ സ്വീകരിക്കുകയാണോ വേണ്ടത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രാജാവല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കാം. നമുക്ക് വെള്ളം അല്ലാഹു തആല വേറെ എവിടെയെങ്കിലും തരും, നമ്മൾ സ്വീകരിക്കുക. ഒരു കൂസ് വെള്ളം, ഒരു പാത്രം വെള്ളം നമുക്ക് തരുമോ എന്ന് ചോദിച്ച് അത് സമ്മതിച്ചാൽ ആ കൂതിലെ വെള്ളം മുക്കി എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നും പറഞ്ഞു. സഹോദരങ്ങളെ, ഇതേ പ്രകാരം ഒരു കൂത്ത് വെള്ളം ഖാജാ തങ്ങളുടെ സന്നിധാനത്തിൽ കൊണ്ടുപോയി വെച്ചു. നാളെ മുതൽ ഒരൊറ്റ മുസ്ലിമും ആ കിലോമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുളത്തിൽ നിന്ന് എടുക്കുകയില്ല എന്ന് എല്ലാ മുസ്ലിമുകളും തീരുമാനിക്കുകയും ചെയ്തു. നേരം വെളുത്ത് പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കിയപ്പോൾ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഉണങ്ങിപ്പോയിരിക്കുന്നു, വറ്റിപ്പോയിരിക്കുന്നു. ഇത് മറച്ചു വെക്കാൻ പറ്റിയ ചരിത്രമല്ലല്ലോ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ ചരിത്രമാണ്. അത് സാക്ഷിയായി, തെളിവുകളായി പല രേഖയും നമ്മുടെ കൈവശം ഉണ്ട്. ഖാജാ തങ്ങൾ പറഞ്ഞു, വെള്ളം പറ്റി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓടി വന്ന് ഖാജയുടെ അടുത്ത് വീണ് മാപ്പ് ചെയ്യണം. ഇനി ഇന്നു മുതൽ മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാവർക്കും ഇതിൽ സമാവകാശമാണ് ഉള്ളത്. അതുകൊണ്ട് വെള്ളം ഞങ്ങൾക്ക് മടക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കൂത്ത് വെള്ളം, പാത്രം വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു. ഉണങ്ങി വറ്റിപ്പോയ ആ കുളം വീണ്ടും പഴയതുപോലെ വെള്ളം ഉണ്ടായി. സഹോദരങ്ങളെ, ഈ കറാമത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർ പരിചയപ്പെടുത്താറുള്ളത് എന്താണ്? അവർക്ക് കൊടുത്ത കഴിവാണ് എന്നാണ്. മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ്. ആരും അള്ളാഹ്ന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹ്ക്ക് തുല്യം എന്നും വിശ്വസിക്കുന്നില്ല. അള്ളാഹ് കൊടുത്ത കഴിവുള്ള മഹാൻ എന്നെ ആ കഴിവിൽ നിന്ന് അവർ നമ്മെ സഹായിക്കും. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നാണ് പറയാറുള്ളത്. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങെടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ.
എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിൻ്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിൻ്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെ ഒരു കഴിവ് മഹാൻ ഉണ്ട് എങ്കിൽ ജീലാനി തങ്ങളെ പേര് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് 99 പേര് കൊടുത്തിട്ടുണ്ട്. ഫുയുലാത്തുർ റബ്ബാനിയിൽ കാണാം. അതുപോലെ തന്നെ മറ്റു പല കിതാബിലും കാണാം. ഇത് ഫലം വല്ലാതെ നൽകും. അതാ ഞാൻ പറഞ്ഞത്, ഒരു വിഷമിച്ച ഘട്ടത്തിൽ ജീലാനി തങ്ങൾ അങ്ങ് നേരത്തെ യാ മുഹയ്യദ്ദീൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതാ. പറഞ്ഞാൽ ഭയങ്കര ഫലായിരിക്കും. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ബാഗൂടാതുത്തേരം ചെയ്യും ഞാനെന്നോവർ. ഇങ്ങനെയാണ് മാലൈ പറഞ്ഞത്. എന്നാൽ കുത്തുബിയത്തിൽ സദഖത്തുള്ള ഉസ്താദ് പറഞ്ഞത് അങ്ങനെയല്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞത് അങ്ങനെയല്ല. വമയൂനാദീസിമി, എൻ്റെ പേരൊരാൾ പറഞ്ഞാൽ നാണ്, എന്നെ വിളിച്ചാൽ എന്നല്ല. അപ്പൊ പേര് പറഞ്ഞാ മതി. ജിലാനി തങ്ങളുടെ അങ്ങോട്ട് വല്ലാതെ മനസ്സ് കൊടുത്തിട്ട് പറഞ്ഞോളന്നില്ല. ആ പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മളറിയാതെ നമ്മുടെ മൊബൈലിൽ നമ്പർ നെങ്ങിപ്പോയാൽ കോള് പോകുന്നതാണ്. അങ്ങനെ റേഞ്ചുള്ള ആളാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ. അവിടുത്തെ പേര് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഫലമാണ്. അങ്ങനെ സഹായിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ മുകളിൽ അധികാരം തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ, അങ്ങനെ അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ, ഇന്ത്യക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? നിലവിൽ ഇന്ത്യയുടെ അധികാരം നരേന്ദ്രമോദിയുടെ കൈകളിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യക്കകത്ത് ഒരു പ്രശ്നമുണ്ടായിട്ട് അതിനെ തിരിഞ്ഞു നോക്കാതെ നിന്ന് കഴിഞ്ഞാൽ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരുന്നാൽ, അതിന്റെ കുറ്റക്കാരെ കണ്ടെത്താതിരുന്നാൽ, അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ കുറ്റം പറയുക, ആരുടെ നേർക്കാണ്? നിലവിൽ ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ഭരണകർത്താവിന്റെ പേരിലാണ് പറയുക. അതായത് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് എങ്കിൽ നരേന്ദ്രമോദിയുടെ പേരിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം നിലവിൽ ഉണ്ട് എങ്കിൽ പറയുക. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, സാമ്പത്തിക ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതിന് ചോദ്യം ചെയ്യുകയും പഴി കേൾക്കേണ്ടി വരികയും ചെയ്യുക അവിടുത്തെ ഭരണാധികാരികളാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്ത് കലാപം നടന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും അറിയാം. പക്ഷെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അറിയില്ല. ഔലിയാക്കള മുഷാവറയിൽ അംഗമാണ്, പക്ഷെ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നം നടന്നിട്ട് എന്തുകൊണ്ട് അജ്മീർ ഖാജ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയില്ല? അദ്ദേഹം കുറ്റക്കാരനല്ലേ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമുക്കറിയാം, അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു കഴിവ്, പവർ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമാണ് ആ കാര്യങ്ങൾ ഇടപെടുകയും അവരെ സഹായിക്കേണ്ടവരെ സഹായിക്കുകയും മറ്റ് അനുബന്ധ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. എങ്കിൽ ഈ ഉത്തരവാദിത്തം, ഈ അധികാരം നൽകപ്പെട്ട അള്ളാഹു നേരിട്ട്, റസൂലുള്ള നേരിട്ട് അധികാരമേൽപ്പിച്ച സുൽത്താനുൽ ഹിന്ദ് ചെയ്തു വെച്ച കാര്യങ്ങൾ അത് തെറ്റായ ഒരു നടപടിയല്ലേ? അദ്ദേഹത്തിന് ഇതിന് ഉത്തരവാദിത്തമില്ലേ? മുസ്ലിയാക്കന്മാർ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അജ്മീർ ഖാജയെ കുറ്റക്കാരനായി മാറ്റുകയാണ് സത്യത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണാധികാരി നാട്ടിൽ നടക്കുന്ന പ്രശ്നം കണ്ടിട്ടും അതിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് കുറ്റക്കാരനാണ് എങ്കിൽ തീർച്ചയായും ഇന്ത്യക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്തം സുൽത്താനുൽ ഹിന്ദിനും കൂടി ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം അധികാരം അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുരോഹിതവർഗം ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കൊണ്ട് സുൽത്താനുൽ ഹിന്ദിന്റെ പേരിൽ പണിതിട്ടുള്ള ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് അവിടെ പോയും അല്ലാതെയും ആവലാദികളും വേവലാദികളും പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാണ് ഔലിയാക്കൾ എന്നും എന്താണ് ഇസ്ലാമിലെ കറാമത്തെന്നും കൃത്യമായി നാം പഠിക്കേണ്ടത്. മുസ്ലിയാക്കന്മാർ പറയുന്ന കള്ളക്കഥകൾ കേട്ട് ഇവരാണ് യഥാർത്ഥ ഔലിയാക്കൾ എന്നും ഇതാണ് യഥാർത്ഥ കറാമത്ത് എന്നും നാം തെറ്റിദ്ധരിച്ചു പോകരുത്. ഇസ്ലാമിൽ കറാമത്തുണ്ട്, ഔലിയാക്കളുണ്ട്, ഒക്കെ സത്യം തന്നെയാണ്. പക്ഷേ പുരോഹിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത് പച്ചക്കളവുകളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.